ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചേക്കണേ കേട്ടോ. ഇത് ഈ വരിക്കച്ചക്ക കൊണ്ടുള്ള കുമ്പളപ്പമാണ്. ഞാൻ കുറച്ച് ചക്കച്ചോള കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുമ്പളപ്പം ഉണ്ടാക്കാനാണ്, ചക്ക കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ടാണ്. ഞാനിപ്പോൾ അത് കുറച്ച് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നു. ഞാനൊരു പേസ്റ്റ് രൂപത്തിൽ ചക്ക അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന കല്ലാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ ചതച്ചെടുക്കാൻ പോകുന്നത്. പണ്ടത്തെ രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ജീരകം കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണുണ്ട്. കുത്തി ചതയ്ക്കാൻ പോവേണ്ട. ആഡ് ചെയ്യണത് ചതച്ചതാണ്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ശർക്കര ബെൽറ്റാക്കാൻ പോവേണ്ട. ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തുള്ള ശർക്കര ചേർത്തിയാൽ മതി. ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു 3 പീസ് ശർക്കരയുടെ ഇതിൽ ചേർത്തണത്. ഒരു കുറച്ച് ഗോതമ്പൊടി ആഡ് ചെയ്യണുണ്ട്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചൊരു കുമ്പളപ്പം ഉണ്ടാക്കാനുള്ള ചക്കയുടെ ഇതിനനുസരിച്ച് നമ്മളിവിടെ ഗോതമ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തേക്കണത്. ശർക്കര ഇവിടെ മെൽട്ടായിക്കൊണ്ടിരിക്കുന്നത് കല്ലും മണ്ണൊക്കെ മാറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണേട്ടാ. ഒന്ന് അരിച്ചെടുക്കണം. ഇത് മെൽറ്റ് ചെയ്ത് അരിച്ചു പിടിക്കണതാണ്. കല്ലും മണ്ണും മാറാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ അരിച്ചു പിടിക്കുന്നത്. കൂടെ ഞാനിങ്ങനെ കുഴച്ചെടുക്കണതാണ്. ഈ പരുവത്തിലായിരിക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മളുടെ കുമ്പളപ്പം. ബാലൻസ് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായിട്ട് കുഴച്ച് കൊടുക്കണേണ് ഉപ്പിട്ടിട്ട്. മധുരം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാൻ എടുത്തിട്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ. നമുക്ക് ഇലയിൽ ഇതാക്കാം, പരത്താം. കായുടെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്, സ്മെല്ലും ഉണ്ട്. ഞാൻ അരമുറി നാളികേരം ചിരകിയത് ചേർക്കണം. ശർക്കര കൂടെ വിളയിച്ചുകൂടാ, ഇങ്ങനെയും ഇടാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. കുഴച്ചു ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാൻ പ്ലാവിലാണ് എടുത്തേക്കണത്. ഞാൻ കറുകല കുറേ അന്വേഷിച്ച് എനിക്ക് കിട്ടിയില്ല. പ്ലാവിലാണ് ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക കുമ്പളപ്പം നമ്മൾ കുത്തിയിട്ട് ഇവിടെ നമ്മളുടെ ഒരു ഇരിക്കിലിങ്ങനെ കുത്തിക്കൊടുക്കും. ശരിക്കൊരു കുമ്പളം. ഇതിലേക്ക് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഞാൻ ഇതിലേക്ക് നിറക്കണേ. നിറച്ചിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെക്കണേ. കുമ്പളപ്പം ഇവിടെ ഈ കുമ്പളിലാക്കി കഴിഞ്ഞു. ഇനി ഞങ്ങൾ പുഴുങ്ങാൻ പോവേണ്ടത്. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചേക്കണേ കേട്ടോ. ഇത് ഈ വരിക്കച്ചക്ക കൊണ്ടുള്ള കുമ്പളപ്പമാണ്. കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടാ. അടിപൊളിയാണ് കണ്ടാ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടാ അടിപൊളിയാണ്.